ഈ കഴിഞ്ഞ ദിവസം താമരശ്ശേരി താലൂക്ക് ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറെ കൊല്ലാൻ വേണ്ടി ഒരു രോഗിയുടെ രക്ഷിതാവ് ശ്രമിച്ച വിവരവും ഗുരുതരമായ അവസ്ഥയിൽ ഡോക്ടറെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കേണ്ടി വന്ന അവസ്ഥയും നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണ്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് വെട്ടേറ്റിരിക്കുകയാണ്. അമീബിക് മസ്തിഷ്കജ്വരം പിടിപെട്ട് മരിച്ച 9 വയസ്സുകാരുടെ അച്ഛനാണ് വെട്ടിയത്. വളരെ ചെറിയ നിസ്സാരമായൊരു കാര്യം പറഞ്ഞു. അതായത് അമീബിക് ജ്വരം അല്ല, വേറെന്തോ ഒരു ജ്വരമാണ് രോഗിക്കുണ്ടായിരുന്നതെന്നും കൃത്യമായ ചികിത്സ കിട്ടാതെയാണ് കുട്ടി മരിച്ചതെന്നും പറഞ്ഞുകൊണ്ടാണ് വളരെ തന്ത്രപൂർവ്വം മനഃപൂർവ്വം സ്വന്തം ബാഗിൽ കൊടുവാൾ കൊണ്ടുവന്ന് സൂപ്രണ്ടിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ട് കിട്ടാതായപ്പോൾ കിട്ടിയ ഡോക്ടറെ വെട്ടി പരിക്കേൽപ്പിച്ചത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ കേരളത്തിലുള്ള എല്ലാ മോഡേൺ മെഡിസിൻ, ആയുർവേദ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോ, യോഗ ഡോക്ടർമാർ കൂടിയിരുന്ന് അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ മനസ്സിലായത് മെഡിക്കൽ കോംപ്ലിക്കേഷൻസ്, മെഡിക്കൽ നെഗ്ലിജൻസ്, അതായത് ഈ സങ്കീർണമായ രോഗങ്ങൾ കൈകാര്യം ചെയ്യാൻ വരുന്ന പ്രശ്നങ്ങൾ അത് ഈ ഡോക്ടർമാരുടെ അശ്രദ്ധ കൊണ്ട് വരുന്നതാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഡോക്ടർമാരെ വധിക്കാനും, മുമ്പ് ആലപ്പുഴയിൽ ഡോക്ടറെ കൊന്നതുപോലെ കൊല്ലത്ത് ഇതുപോലെ സംഭവിച്ചതുപോലെ ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷനിൽ വന്നപ്പോൾ പിഴവാണെന്ന് പറഞ്ഞിട്ട് അതൊക്കെ കോംപ്ലിക്കേറ്റഡ് കേസ് അവരേറ്റെടുത്തതാണെങ്കിലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ജനങ്ങൾക്ക് ഉണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഭീതിജനകമായ അന്തരീക്ഷത്തിലാണ് ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കുന്നതും പരിചരിക്കുന്നതും ചികിത്സ കൊടുക്കുന്നതും ഒക്കെ. ഇതുകൊണ്ട് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചികിത്സ മുഴുവൻ ഡിഫെൻസീവ് ആവുകയാണ്. ജൂനിയർ ഡോക്ടർമാരൊന്നും കോംപ്ലിക്കേറ്റഡ് കേസ് എടുക്കാതെ എല്ലാം കോർപ്പറേറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറുന്നത് കൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ വരാതെ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും രോഗികളും ഡോക്ടർമാരും അനുബന്ധമായിട്ടുള്ള എല്ലാവരും ഇത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിലെ ചികിത്സാ മേഖല നല്ലൊരു സംശുദ്ധമായ ഒരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കാമെന്നും ഡോക്ടർ രോഗി ബന്ധം അത് നല്ലൊരു ബന്ധത്തിലേക്ക് നീക്കുകയും ചികിത്സാ പദ്ധതികളും പരിപാടികളൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ ആക്കാൻ കഴിയുമെന്നും എല്ലാവരും മനസ്സിലാക്കുകയും അതിനു വേണ്ടി സമൂഹത്തിലെ എല്ലാവരും പരിശ്രമിക്കണമെന്ന അപേക്ഷ കൊണ്ട് നിർത്തുന്നു.